മക്കളെ 2025 കീമിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു അപ്ഡേറ്റ് അല്ല, 3 അപ്ഡേറ്റുകളാണ്. അപ്പൊ 2025 കീമിന് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത കുട്ടികൾ ശ്രദ്ധിക്കുക. ഈ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് മാർച്ച് 7-ാം തീയതി. മാർച്ച് 7-ാം തീയതി വന്നിരിക്കുന്ന 3 അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ പറയുന്നത്. അല്ല, ഒന്നാമത്തേതാണ് ആഡ് കോഴ്സ് എന്ന് പറയും. ഈ ആഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾ മെഡിക്കൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നീട് നമുക്ക് തോന്നി എനിക്ക് ഫാർമസി കൂടി കൊടുക്കണം, അല്ലെങ്കിൽ അറിയാണ്ട് മിസ്റ്റേക്ക് സംഭവിച്ചു, എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തത്, മെഡിക്കൽ കൊടുത്തില്ല, അപ്പൊ എനിക്ക് മെഡിക്കൽ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള സാധ്യത അല്ലെങ്കിൽ ചാൻസ് ഈ ആഡ് കോഴ്സിനുള്ളതിലുണ്ട്. രണ്ടാമത്തേത് റിസർവേഷൻ ഫോർ BOMS ആൻഡ് BSMS. സിദ്ധ അല്ലെങ്കിൽ യുനാനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് MBBSനുള്ള സീറ്റ് റിസർവേഷൻ പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് ആഡ് സെന്റർ. ബഹ്റിൻ പോലുള്ള അല്ലെങ്കിൽ ബഹ്റിനിൽ ഓപ്ഷൻ സെന്റർ ഓപ്ഷൻ വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിലൂടെ ഓപ്ഷൻ വെക്കാനുള്ള ഒരു ചാൻസ് കൂടി തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 അപ്ഡേറ്റ് ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ 3ന്റെയും ഡീറ്റെയിൽ ഞാൻ സെപ്പറേറ്റ് ഇതിന്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട്. ഇത് 3 സെഷൻ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ തന്നെ പറയും. അതിൽ ആദ്യത്തേത് ആഡ് കോഴ്സ്, അതായത് കോഴ്സ് ആഡ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റിയാണ്. അപ്പൊ ഇത് ഞാൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 4 ഓപ്ഷനാണുള്ളത്: മെഡിക്കൽ അലൈഡ്, എഞ്ചിനീയറിംഗ്, BPharm, BArc. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ മെഡിക്കൽ അലൈഡിന്റെ കീഴിലാണ് MBBS, BDS, ഹോമിയോ, ആയുർവേദം, സിദ്ധ, യുനാനി, BSc കോഴ്സുകളിലായി ആയിട്ടുള്ള ഏതൊക്കെ BSc കോഴ്സ് എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച്, അതേപോലെ BTech കോഴ്സ്, ബയോടെക്നോളജി, വെറ്റിനറി സയൻസ്, ഫിഷറീസ്. ഇത്രയും സാധനം മെഡിക്കൽ അലൈഡിന് കീഴിൽ വരും. എഞ്ചിനീയറിംഗിന് കീഴിൽ ഓൾമോസ്റ്റ് എല്ലാ BTech കോഴ്സും, അതിൽ BTech അഗ്രിയും BTech ഫുഡ് ടെക്നോളജിയും ഒക്കെ ഈ എഞ്ചിനീയറിംഗിലാണ് വരിക. ഇനി പിന്നുള്ളത് BPharm കോഴ്സ് ആണ്, ഫാർമസി. പിന്നുള്ളത് BArc ആണ്, ആർക്കിടെക്ചർ. ഇതിൽ BArcന് നിങ്ങൾ നാറ്റ എക്സാം എഴുതിയാൽ മതി, മെഡിക്കൽ അലൈഡിന് നീറ്റിന്റെ എക്സാം എഴുതിയാൽ മതി, ഇവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. എക്സാം ഉള്ളത് എഞ്ചിനീയറിംഗുകാർക്കും BPharmകാർക്കും മാത്രമാണ്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ രജിസ്ട്രേഷനിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് 4 ഓപ്ഷൻസ് എന്ന് പറഞ്ഞു. ഇപ്പൊ സപ്പോസ് നിങ്ങൾ മെഡിക്കൽ അലൈഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് BArc ആഡ് ചെയ്യണം, അല്ലെങ്കിൽ BPharm ആഡ് ചെയ്യണം, എഞ്ചിനീയറിംഗ് ആഡ് ചെയ്യണം, പറ്റും. ഇപ്പോ നിങ്ങൾ മെഡിക്കലിലായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ തെറ്റി എഞ്ചിനീയറിംഗും BPharm മാത്രം കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇതുകൂടി കൊടുക്കണമെന്നുണ്ട്. അപ്പൊ അതിനുള്ള സമയമാണിത്. അപ്പൊ നിങ്ങൾക്ക് ഈ 4 കോഴ്സുകളും ആഡ് ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങൾ ഒന്നേ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ബാക്കി ആഡ് ചെയ്യണേ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. 4 നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇത് ബാധകമല്ല. ഓക്കെ, അപ്പൊ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. അപ്പൊ നോക്കുക, അതിന്റെ ഫെസിലിറ്റി എന്നുവരെയാണ്? മാർച്ച് 12-ാം തീയതി വൈകിട്ട് 5 മണി വരെ ഉള്ളൂ. മാർച്ച് 12-ന് വൈകിട്ട് 5 മണി കൊണ്ട് ആ ഫെസിലിറ്റി കഴിയും. റൈറ്റ്. ഇനി അതിന് പ്രൊസീജിയർ എന്താ ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ കീം 2025 ആപ്ലിക്കേഷനുള്ള, അതായത് സിയുടെ സൈറ്റിൽ കയറുക, നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ കയറിയ സൈറ്റിൽ. എന്നിട്ട് കീം 2025 ആപ്ലിക്കേഷൻ ഒരു ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഹോം പേജിൽ ചെന്നാൽ നിങ്ങൾക്ക് ആഡ് കോഴ്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കൊടുത്ത കോഴ്സ് അവിടെ കാണിക്കും. ആഡ് ചെയ്യേണ്ട കോഴ്സുകളുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, പേ ദ ഫീ ഇഫ് അപ്ലിക്കബിൾ. അതായത് നിങ്ങൾ മുമ്പ് കൊടുത്തത് മെഡിക്കൽ മാത്രം, ഇപ്പൊ നിങ്ങൾക്ക് ആർക്കിടെക്ചർ കൊടുക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കൊടുക്കണം. അപ്പൊ ചിലപ്പോ നമ്മൾ നേരത്തെ രജിസ്ട്രേഷന്റെ വിൻഡോയിൽ പറഞ്ഞിരുന്നു, ആ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയി പറഞ്ഞിരുന്നു, ചില കോഴ്സുകൾക്ക് എക്സാം ഉള്ളത് കൊണ്ട് ഫീസ് കൂടും. ഇപ്പൊ ഫാർമസിക്ക് ആണെങ്കിൽ എക്സാം ഉണ്ട്, എഞ്ചിനീയറിംഗിന് എക്സാം ഉണ്ട്. അപ്പൊ പലതിനും പല ഫീ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡീഷണൽ ഒരു കോഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഫീസ് അപ്ലിക്കബിൾ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യും ഇത്ര ഫീ കൂടി അഡീഷണൽ അടയ്ക്കണമെന്ന്. അതുകൂടി അടച്ചാലേ നിങ്ങളുടെ ആ ഒരു എഡിറ്റിങ് വാലിഡ് ആവൂ. അപ്പൊ അതും ശ്രദ്ധിക്കണം. കോഴ്സ് ആഡ് ചെയ്യേണ്ട ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ തെറ്റിയിട്ട് എഞ്ചിനീയറിംഗ് ആണ് കൊടുക്കുന്നത്, എനിക്ക് മെഡിക്കൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു, അപ്പൊ അതിനുള്ള സമയമാണിത്. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു അപ്ഡേറ്റ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് വരുന്നത്, നമ്മൾ 3 അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തേത് സിദ്ധ അല്ലെങ്കിൽ യുനാനിക്കാർക്കുള്ള റിസർവേഷൻ ഉണ്ട്, ഇനി അതുകൂടി പറയണം. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 2ഉം 3ഉം അപ്ഡേറ്റുകൾ, അത് രണ്ടും ഞാൻ ഒന്നിച്ചു പറയുന്നു. അതിൽ ഒന്നാമത്തേതാണ് റിസർവേഷൻ ഫോർ യുനാനി ആൻഡ് സിദ്ധ ഡിഗ്രി ഹോൾഡേഴ്സ്. അതായത് യുനാനി അല്ലെങ്കിൽ സിദ്ധ പോലുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് സീറ്റ് റിസർവേഷൻ എവിടെയാണ്? MBBS കോഴ്സുകൾക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, മുമ്പ് ആയുർവേദ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് 7 സീറ്റ് MBBSന് റിസർവേഷൻ ഉണ്ടായിരുന്നു. ഹോമിയോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് 4 സീറ്റും റിസർവേഷൻ ഉണ്ടായിരുന്നു. ആയുർവേദം പഠിച്ചവർക്ക് 7 സീറ്റും ഹോമിയോ പഠിച്ചവർക്ക് 4 സീറ്റും റിസർവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ 11 സീറ്റ് ആയുഷ് കോഴ്സസ് പഠിച്ചവർക്ക് വേണ്ടി റിസർവേഷൻ ഉണ്ടായിരുന്നു MBBS. ഇപ്പൊ അതിലൊരു ചെറിയ ചേഞ്ച് വരുത്തി, സീറ്റിന്റെ എണ്ണം കൂട്ടിയിട്ടില്ല, പകരം അതേ 11 സീറ്റ്
ആയുർവേദത്തിനും ഹോമിയോയ്ക്കും കൊടുത്തിരുന്ന അതേ 11 സീറ്റ് ഇപ്പോ ആയുർവേദത്തിന് ഇത്ര, ഹോമിയോയ്ക്ക് ഇത്ര എന്ന് സ്പെസിഫൈ ചെയ്യില്ല. പകരം ആയുർവേദത്തിലെ കുട്ടികൾക്കും അപേക്ഷിക്കാം, ഹോമിയോയിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഹോമിയോ കംപ്ലീറ്റ് ചെയ്തവർക്കും കൊടുക്കാം. അതായത് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്കാണ് കേട്ടോ. ആയുർവേദം കംപ്ലീറ്റ് ചെയ്തവർക്ക്, ഹോമിയോ കംപ്ലീറ്റ് ചെയ്തവർക്ക്, യുനാനി കംപ്ലീറ്റ് ചെയ്തവർക്ക്, സിദ്ധ കംപ്ലീറ്റ് ചെയ്തവർക്ക്, ഈ 4 ആയുഷ് കോഴ്സിന്റെയും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് MBBSന്റെ റിസർവേഷൻ വേണ്ടി ക്ലെയിം ചെയ്യാം. പക്ഷെ സീറ്റ് 11 തന്നെയാണ്, സീറ്റ് കൂടിയിട്ടില്ല. മുമ്പ് ഈ 2 കൂട്ടർക്കുണ്ടായിരുന്ന 11 സീറ്റ് 4 കൂട്ടർക്കായിട്ട് വിധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതും ഓരോ കാറ്റഗറിയിൽ നിന്ന് ഇത്രയെന്നല്ല, ഈ 4 കൂട്ടരിൽ ആർക്കാണോ നീറ്റ് റാങ്ക് ടോപ്പ് വരുന്ന അവർക്ക്. അപ്പൊ നീറ്റ് റാങ്കിനനുസരിച്ച് ഇപ്പൊ സപ്പോസ് ഈ 11 സീറ്റിലേക്കും ആദ്യത്തെ 11 റാങ്കുകാരും ആയുർവേദമാണെങ്കിൽ 11 ആയുർവേദത്തിൽ പോയി, 11 ഹോമിയോയ്ക്ക് ആണെങ്കിൽ 11 ഹോമിയോയ്ക്ക് പോയി. അപ്പൊ അതിൽ ആർക്ക് ഇന്ന കാറ്റഗറിക്ക് എന്ന് സീറ്റ് വിഭജിച്ചിട്ടില്ല നിലവിൽ. പകരം റാങ്കിനനുസരിച്ച് ഈ 4 കാറ്റഗറി കൂടി 11 സീറ്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്. ഇനി അതായിരുന്നു അടുത്തത്. ഇനി അങ്ങനെ ഇപ്പൊ ആയുർവേദത്തിനും ഹോമിയോയ്ക്കും ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് അവര് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി സിദ്ധ അല്ലെങ്കിൽ യുനാനിക്കാര് പുതിയതായിട്ട് ഇത് ക്ലെയിം വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. ഏതൊക്കെ ഡോക്യുമെന്റ് ആണ്? നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. ഇത് 3ഉം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. എപ്പോ? ഓൺ ഓർ ബിഫോർ. ഏത് തീയതിക്ക് മുമ്പ്? മാർച്ച് 10-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ്. മാർച്ച് 10-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പ് നിങ്ങൾ ഈ 3 ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടാവും. റൈറ്റ്. ഇതായിരുന്നു നമ്മുടെ 2ാമത്തെ നോട്ടിഫിക്കേഷൻ. ഇനി 3ാമത്തെ നോട്ടിഫിക്കേഷനിലേക്ക് വരുന്നു. 3ാമത്തെ നോട്ടിഫിക്കേഷൻ ബഹ്റൈൻ സെന്റർ എടുത്തവർക്കാണ്. കീം എക്സാം എഴുതാൻ വേണ്ടി ബഹ്റൈൻ സെന്റർ ചൂസ് ചെയ്തവർക്ക് ക്യാൻ ചൂസ് അഡീഷണൽ സെന്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അഡീഷണൽ സെന്റർ ചൂസ് ചെയ്യാം. അതായത് 1ാമത്തെ ഓപ്ഷൻ നിങ്ങളുടേത് ബഹ്റിനാണ്. നിങ്ങൾക്ക് 2 തുടങ്ങി 8 വരെയുള്ള ഓപ്ഷൻസ്, 8 സെന്റർ ചൂസ് ചെയ്യാം. അതിൽ 1ാമത്തേത് ബഹ്റിനാണ് എന്ന് വിചാരിക്കുക. 2 തുടങ്ങി 8 വരെയുള്ള സ്പേസിൽ നിങ്ങൾക്ക് ഏതൊക്കെ കൊടുക്കാം? ഇന്ത്യയിലെ ഏത് സെന്ററും കൊടുക്കാം. റൈറ്റ്. അതിനുള്ള ഫെസിലിറ്റി എന്ന് വരെയാണ്? മാർച്ച് 12-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. മാർച്ച് 12 വൈകിട്ട് 5 മണി വരെ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രൊസീജിയർ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കീം 2025 ആപ്ലിക്കേഷനുള്ള ലിങ്കിൽ സിയിൽ കയറി, സിയുടെ സൈഡിൽ കയറി കീം 2025 ആപ്ലിക്കേഷനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കാണിക്കും. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച്. അങ്ങനെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഹോം പേജിൽ ചെന്നാൽ നിങ്ങൾക്ക് ആഡ് സെന്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ആഡ് സെന്റർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെന്റേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ. ഈ 3 നോട്ടിഫിക്കേഷൻസ് ആണ് 7-ാം തീയതി കീമിന്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തത്. ആ 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫർദർ അപ്ഡേറ്റ് എന്തെങ്കിലും വരുന്ന മുറയ്ക്ക് ഞാൻ അതിന്റെ വീഡിയോ ആവശ്യമാണെങ്കിൽ വീഡിയോയും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ ഫയൽ അങ്ങനെ തന്നെയും അപ്ലോഡ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.